യഥാർത്ഥ ജീവിതം. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഏതാനും മണിക്കൂറുകളാണ്, അല്ലെങ്കിൽ മിനിറ്റുകളാണ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഏതാനും മണിക്കൂറുകളാണ്. എന്നാൽ ദുനിയാവിലേക്ക് അപേക്ഷിച്ച് ആഖിറം എങ്ങനെയെന്നറിയോ? ഇവിടെ നോക്ക്, സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസ് എടുത്തുദ്ധരിച്ച് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആഖിറത്തിലെ ജീവിതവും ദുനിയാവിന്റെ ജീവിതവും ഒരു താരതമ്യ പഠനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കാണുന്ന മജ്ലിസ്, ഈ മജ്ലിസിൽ നിറയെ കടക് മണി ഇട്ടാൽ എത്ര കടക് മണി ഉണ്ടാവും? 100 ഉണ്ടാവില്ലേ? ഈ മജ്ലിസിൽ നിറയെ കടക് മണി കൊണ്ടുപോയി നിറച്ചാൽ എത്ര ഉണ്ടാവും? എണ്ണം കിട്ടൂല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ മജ്ലിസ് മാത്രമല്ല, നിങ്ങളെ മഹല്ലത്തിലും മൊത്തം ആകാശം മുട്ടേ കടകടി നിറച്ചാലോ എത്ര ഉണ്ടാവും? വേണ്ട, നിങ്ങളെ മഹല്ലത്ത് മാത്രമല്ല, കാസർഗോഡ് ജില്ല മുഴുവനും കടകുമണി കൊണ്ട് നിറച്ചു ആകാശം മുട്ടേ, എത്ര ഉണ്ടാവും? ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കൂ. കാസർഗോഡ് ജില്ല മാത്രമല്ല, കേരളം മുഴുവനും കടകുമണി കൊണ്ട് നിറച്ചാൽ എത്ര ഉണ്ടാവും? ചിന്തിച്ചു നോക്കൂ. കേരളം മാത്രമല്ല, ഇന്ത്യ രാജ്യം മൊത്തം കടകുമണി കൊണ്ട് നിറച്ചാൽ എത്രയുണ്ടാകും? ഇന്ത്യ രാജ്യം മാത്രമല്ല, ഏഷ്യ വൻകര മുഴുവനും കടകുമണി കൊണ്ട് നിറച്ചാലോ? വേണ്ട, ഈ ദുനിയാവ് മുഴുവനും കടകുമണി കൊണ്ട് നിറച്ചാൽ, ഈ ദുനിയാവിലെ മുഴുവനും കടകുമണി, അങ്ങനെ ആകാശം മുട്ടേ കടകുമണി കൊണ്ട് നിറച്ചാൽ, ഓരോ 1000 വർഷം കൂടുമ്പോൾ ഒരു പക്ഷി ഒരു കടകുമണി തിന്നുകയാണ്. 1000 കൊല്ലം കൂടുമ്പോൾ ഒരു കടകുമണിയാണ് തിന്നുന്നത്. ദുനിയാവ് മുഴുവനും കടകുമണികളാ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, 1000 കൊല്ലം കഴിയുമ്പോ ഓരോ മണി വീതം, ഓരോ ഹബ്ബ വീതം ആ പക്ഷി കടകുമണി തിന്നു തീർത്ത്, ഇത് മുഴുവനും തിന്നു തീർന്നാലും ആഖിറം തീരൂല, ആഖിറം നിലയ്ക്കൂല, ആഖിറം അവസാനിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആഖിറത്തെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? എല്ലാ വെള്ളിയാഴ്ച ഖതീബുമാര് ഓതി കേൾപ്പിക്കാറില്ലേ? വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ, ഏറ്റവും ബാക്കി നിൽക്കുന്നത് ആഖിറമാണ്. മനുഷ്യോൽപത്തി ആദം നബി അലൈഹിസ്സലാം ഈ ദുനിയാവിൽ കാലുകുത്തിയിട്ട് 12,000 കൊല്ലം തികഞ്ഞിട്ടില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങള് ഈ ഭൂമിയിൽ വന്നിട്ട് 12,000 കൊല്ലം തികഞ്ഞിട്ടില്ല. അല്ലാ, എന്നാൽ എത്ര കാലമായി എനിക്കും നിനക്കും കബറിൽ കിടക്കാനുള്ളത്? ആ കബറ് കഴിഞ്ഞിട്ട് പിന്നെ എത്ര കൊല്ലമാ മൈശറയിലേക്കുള്ള പ്രയാണം തുടങ്ങാനുള്ളത്? പിന്നെ എത്ര കൊല്ലമാ ആ മൈശറയിൽ നമുക്ക് നിൽക്കാനുള്ളത്? നിങ്ങൾക്ക് കേൾക്കണോ സഹോദരാ, എത്ര ആളുകൾ മരിച്ചുപോയി. നമുക്ക് പരിചയമുള്ള എത്ര ആളുകൾ മരിച്ചുപോയി. അവരെല്ലാം ഇന്ന് കബറിൽ കിടന്നുകൊണ്ട് ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി, 22 കൊല്ലം കഴിഞ്ഞു. എൻ്റെ ഉപ്പ ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ അജയ്യനായ ഉസ്താദ് വഫാത്തായി പോയി. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ച സമയത്ത് എന്നെ വല്ലാതെ സമാധാനിപ്പിച്ചത് എൻ്റെ ഉസ്താദാ. ആ ഉസ്താദ് വഫാത്തായി പോയി. അവരെല്ലാം ഇന്ന് ചിന്തിക്കുന്നത് എന്താ? മക്കളെ, നിങ്ങൾക്കറിയുമോ ഈ കബറിൽ കിടക്കുന്ന ആളുകള്
എപ്പോഴെങ്കിലും നിന്റെ പ്രിയപ്പെട്ട മരിച്ചു കിടക്കുന്ന ഉപ്പാന്റെ ഖബറിന്റെ അരികിൽ കൂടി നടന്നു പോകുമ്പോ, നിന്റെ ഉമ്മാന്റെ ഖബറിന്റെ അരികിൽ കൂടി നടന്നു പോകുമ്പോ, നിന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഖബറിന്റെ അരികിൽ കൂടി നടന്നു പോകുമ്പോ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഖബറിന്റെ അരികിൽ കൂടി നടന്നു പോകുമ്പോ അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഈ ഖിയാമത്ത് നാളൊന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, ഇസ്രാഫീൽ എന്ന മലക്കൊന്ന് ഊതിയിരുന്നെങ്കിൽ, ഈ ദുനിയാവൊന്ന് തീർന്നിരുന്നെങ്കിൽ, ഈ ദുനിയാവിന്റെ പുറത്തൊന്ന് വന്നിരുന്നെങ്കിൽ, അല്ലാ അല്ലാ, ഖബറിൽ നമുക്ക് എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരു യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളോട് പറയുന്നു. ഒരുപാട് ദോഷങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. തീരെ ദോഷം ചെയ്തിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവരാരാ നമ്മുടെ കൂട്ടത്തിലുള്ളത്? നാവ് കൊണ്ട് ഹറാമ് പറഞ്ഞിട്ടില്ല, കണ്ണുകൊണ്ട് ഒരു ഹറാമിലേക്ക് ഇന്ന് വരെ നോക്കിയിട്ടില്ല, ചെവി കൊണ്ടൊരു ഹറാമ് ഇന്ന് വരെ കേട്ടിട്ടില്ല, എൻ്റെ വയറ്റിലേക്കൊരു ഹറാമിന്റെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഹറാമിലേക്ക് എൻ്റെ കാലുകൊണ്ട് നടന്നിട്ടില്ല, ഹറാമിനെ പറ്റി എൻ്റെ കൽബ് കൊണ്ട് ചിന്തിച്ചിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആർക്കാ ധൈര്യമുള്ളത്? എത്രയാ നമ്മൾ ഹറാമ് ചെയ്തത്? ഇന്ന് കാലത്ത് കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റത് മുതൽക്ക് ഈ സമയമാകുമ്പോഴേക്ക് എത്ര ഹറാമുകൾ ചെയ്തിട്ടുണ്ട്, എത്ര വേണ്ടാത്തതിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ട്, എന്തെല്ലാം വേണ്ടാത്തത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ആരെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ആരെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് ചിന്താഗതിയുള്ള ആളുകള് ഒരുപക്ഷെ VM സതീശിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും, പിണറായിയെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും, UT ഖാദറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും, പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടാകും, മോദിയെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും, അമിത്ഷായെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും. ഒത്തിരി സാമ്പത്തികമായി ഉള്ള ആളുകളാണെങ്കിൽ ഏതെല്ലാം ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, എവിടെയാ ഏറ്റവും കൂടുതൽ റബ്ബറിന് വിലയുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും, എവിടെയാ ഏറ്റവും കൂടുതൽ കൊപ്രക്ക് താങ്ങുവില നിശ്ചയിക്കപ്പെട്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും, എവിടെയാ ഏറ്റവും കൂടുതൽ മത്സ്യക്കച്ചവടം നടക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാകും. ബ്രോക്കറാണെങ്കിൽ എവിടൊക്കെയാ ഭൂമി വിൽക്കാനുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും, എവിടെയാ കല്യാണത്തിന്റെ ആലോചന നടക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. ഏതെല്ലാം ഹറാമിലേക്ക് നടന്നിട്ടുണ്ടാകും, ഏതെല്ലാം സ്ത്രീകളുടെ നഗ്നമായ ശരീരം കണ്ടിട്ടുണ്ടാകും, ഏതെല്ലാം പുരുഷന്മാരോട് അതാ ചാറ്റ് നടത്തിയിട്ടുണ്ടാകും, രഹസ്യമായിട്ടും അല്ലാതെയും സംസാരിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ഒരുപാട് ഹറാമുകളല്ലേ നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരു ഹറാമായ കാര്യം ചെയ്തതിന് സർവാധിനാഥനായ റബ്ബ് നരകത്തിലിട്ട് ശിക്ഷിക്കുകയാണെങ്കിൽ, ഒരു നിസ്കാരം കളാക്കിയതിന് അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയാണെങ്കിൽ, നിസ്കാരം ഉപേക്ഷിച്ചതിനല്ല, നിസ്കാരം പാടെ ഉപേക്ഷിച്ചതിൻ്റെ പേരിലല്ല, അത് സമയത്തെ തൊട്ട് പിന്തിച്ചതിൻ്റെ പേരിൽ. ചെറുപ്പക്കാരെ, നിങ്ങൾ അറിയുമോ, അള്ളാഹു അത് പുറത്തു തന്നിട്ടില്ല എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നികത്താൻ കഴിയില്ല. അതിന് 80,000 കൊല്ലമാ ഒരൊറ്റ നിസ്കാരം കളാക്കിയതിന് അള്ളാഹ് ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കുക എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തൻ്റെ സവാജിറിൽ പറഞ്ഞിട്ടില്ലേ മക്കളെ? എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഹജ്ജ് ചെയ്യുമ്പോൾ പാപങ്ങൾ പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട്, ഉളുവെടുക്കുന്ന സമയത്ത് പാപങ്ങൾ പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട്, റമദാൻ കൊണ്ട് പാപങ്ങൾ പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട്, ദാനധർമ്മങ്ങളെ കൊണ്ട് പാപങ്ങൾ പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പല തന്മകളും ചെയ്താൽ പാപം പൊറുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ മക്കളെ, നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? അല്ലാഹു തആല ഒരു പാപം പൊറുത്താൽ അതിൻ്റെ പേരില് അല്ലാഹ് നരകത്തിലിട്ട് ശിക്ഷിക്കൂലെന്നേ പറയാൻ പറ്റൂ, അതിന് ശിക്ഷയില്ല എന്ന് പറയാൻ പറ്റൂല. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ, അണുമണി തൂക്കം ഒരാൾ ഷർറ്
ചെയ്തിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ ഒരു തെറ്റൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും റബ്ബത് വീട്ടാതിരിക്കൂല. ചില ആളുകൾക്ക് മരിക്കുന്ന സമയത്ത് അത് വീട്ടിയിട്ടുണ്ടാകും, ചില ആളുകൾക്ക് ഖബറിൽ വെച്ചുകൊണ്ട് ശിക്ഷ കൊടുത്ത് വീട്ടിയിട്ടുണ്ടാകും, ചില ആളുകളെ മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിഭയങ്കരമായ ശിക്ഷ കൊടുത്ത് പടച്ച റബ്ബ് കണക്ക് തീർത്തിട്ടുണ്ടാകും. ചില ആളുകൾക്ക് മഹ്ശറയിൽ നിൽക്കുന്ന സമയത്ത് അതിന് കഠിനമായ ശിക്ഷ കൊടുത്തുകൊണ്ട് അതിന് അല്ലാഹു തആല പകരം വീട്ടിയിട്ടുണ്ടാകും. ചില ആളുകൾക്ക് വിചാരണയുടെ സമയത്ത് അതിന് തക്കതായ ശിക്ഷ കൊടുത്തുകൊണ്ട് പകരം വീട്ടിയിട്ടുണ്ടാകും. ചില ആളുകൾക്ക് പാലം കടക്കുന്ന സമയത്ത് ശക്തമായ ശിക്ഷ കൊടുത്തുകൊണ്ട് പടച്ച റബ്ബ് കണക്ക് തീർത്തിട്ടുണ്ടാകും. ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട, ലുഖ്മാൻ സഖാഫി ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ നിങ്ങളുമായിട്ട് പ്രഭാഷണം നടത്താൻ സാധിച്ചെന്ന് വരില്ല, ഒരു പക്ഷേ ഇനി ഇതുപോലെ പ്രഭാഷണത്തിന് കഴിഞ്ഞെന്ന് വരില്ല, ഒരു പക്ഷേ ഞാനും നിങ്ങളും ഇനി കണ്ടുമുട്ടി എന്ന് വരില്ല. നിങ്ങളോട് പ്രത്യേകിച്ച് പറയുകയാ, ഏത് ആലിം നിങ്ങളോട് പൊറുക്കുമെന്ന് പറഞ്ഞാലും, ഏത് ഉസ്താദുമാര് പാപം പൊറുക്കുമെന്ന് പറഞ്ഞാലും, ഹജ്ജ് കൊണ്ട് പാപം പൊറുക്കുമെന്ന് പറഞ്ഞാലും, നോമ്പ് കൊണ്ട് പാപം പൊറുക്കും എന്ന് പറഞ്ഞാലും, ധർമ്മം കൊണ്ട് പാപം പൊറുക്കുമെന്ന് പറഞ്ഞാലും, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ ചെയ്തിട്ടുള്ളൊരു പാപമുണ്ടെങ്കിൽ, ഒരു ഹറാമ് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു അന്യ പെണ്ണിനെ കണ്ട് നീ രസിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അന്യ പുരുഷനെ കണ്ട് നീ രസിച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും വ്യഭിചാരത്തിലേക്ക് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ആമുഖമായ കാര്യങ്ങളൊക്കെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നീ കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരാളെ നീ വഞ്ചന നടത്തിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നീ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, കച്ചവടം നടക്കുന്ന സമയത്ത് അനുവദനീയമല്ലാത്ത കച്ചവടം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പൈസ നീ പലിശ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, പലിശ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് നിന്റെ റബ്ബ് നിന്നോട് കണക്ക് തീർക്കാതിരിക്കൂല, അതിന് എവിടെയെങ്കിലും വെച്ച് ശിക്ഷിക്കാതിരിക്കൂല. അവിടെയാ ഖബർ ഭീകരമായി തീരുന്നത്, അവിടെയാ മഹ്ശറ നമുക്ക് ഭീകരമായി തീരുന്നത്, അവിടെയാ നമുക്ക് പാലം കടക്കൽ ഭീകരമായി തീരുന്നത്, അവിടെയാ വിചാരണ നമുക്ക് ഭീകരമായി തീരുന്നത്. ആഖിറു സമാനിലെ മക്കളെ, ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയാ. നിസ്കരിച്ച നിസ്കാരത്തിന്റെ പ്രതിഫലങ്ങള്, ചൊല്ലി തീർത്ത ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലങ്ങള്, ചെയ്തു കൂട്ടിയ സൽക്കർമ്മത്തിന്റെ പ്രതിഫലങ്ങള്, താൻ കൊടുത്ത ധർമ്മത്തിന്റെ പ്രതിഫലങ്ങള്, താൻ കൊടുത്ത വയതിന്റെ പ്രതിഫലങ്ങള്, ആ വയതിന്റെ പ്രതിഫലങ്ങളും ചെയ്ത സൽക്കർമ്മത്തിന്റെ കൂലിയും ഒക്കെ ഖബറിലെത്തിയാൽ തന്നെ കിട്ടിത്തുടങ്ങും. നീ മനസ്സിലാക്കണ്ട സഹോദര, ഖബറിലെത്തിയാൽ പ്രതിഫലം കിട്ടിത്തുടങ്ങൂല. പ്രതിഫലത്തിന്റെ വീട് എന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ്. സ്വർഗത്തിലെത്താൻ 10,000-കണക്കിന് കൊല്ലങ്ങൾ കഴിയണം, 1000-കണക്കിന് കൊല്ലങ്ങൾ ഖബറിൽ കിടക്കണം, പിന്നീട് 1000-കണക്കിന് കൊല്ലം ഖബറിന്റെ മുകളിൽ നിൽക്കണം, പിന്നീട് 10,000-കണക്കിന് കൊല്ലം മഹ്ശറയിൽ നിൽക്കണം, പിന്നീട് നിന്റെ വിചാരണ നടക്കണം, വിചാരണയ്ക്ക് ശേഷം നീ പാലം കടക്കണം, പിന്നെ നീ അക്കരെ എത്തണം. എത്ര കാലം കഴിയണം? 50,000 കൊല്ലം നീ മഹ്ശറയിൽ തന്നെ നിൽക്കണമെന്ന് ഖുർആൻ പച്ചക്ക് പറഞ്ഞിട്ടില്ലേ? ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ വന്നിട്ട് 12,000 കൊല്ലം തികഞ്ഞിട്ടില്ലെങ്കിൽ 50,000 കൊല്ലം നീ മഹ്ശറയിൽ തന്നെ നിൽക്കണമെന്ന് ഖുർആനിലില്ലേ? എത്ര കാലം കഴിയണം സ്വർഗത്തിലെത്താൻ? എത്ര കാലം കഴിയണം നരകം അക്കരക്ക് എത്താൻ? എന്നാൽ അതുവരേക്കും നീ എമ്പാടും അനുഭവിക്കേണ്ടി വരും, എമ്പാടും നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമെ, ഒരു കാര്യം കൂടി പറയാം. ഏതൊരു മനുഷ്യനാണെങ്കിലും ജീവിതത്തിൽ എമ്പാടും നിസ്കരിച്ച മനുഷ്യനാ, എമ്പാടും നോമ്പ് നോറ്റ മനുഷ്യനാ, ഖുർആനെമ്പാടും ഓതി തീർത്ത മനുഷ്യനാ, കണ്ടമാനം ദിക്റുകൾ ചൊല്ലി തീർത്ത മനുഷ്യനാ, ധാരാളം ധർമ്മങ്ങൾ കൊടുത്ത മനുഷ്യനാ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യനാ. ആ സൽക്കർമ്മത്തിന്റെ കൂലിയൊക്കെ ഒരു മനുഷ്യന് കിട്ടിത്തുടങ്ങണമെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് ബുഖാരിയിലില്ലേ? നിങ്ങളെ നാട്ടിൽ വിവരമുള്ള ആലിമീങ്ങളില്ലേ? ചോദിച്ചു നോക്ക്. നിങ്ങളെ ഖത്തീബ് ഉസ്താദില്ലേ? ചോദിച്ചു നോക്ക്. നിങ്ങൾ ഭക്ഷണം കൊടുത്ത് ശമ്പളം കൊടുത്ത് അതാ പോറ്റി വളർത്തുന്ന ഉസ്താദുമാരില്ലേ? ചോദിച്ചു നോക്ക്. നീ ചെയ്ത സൽക്കർമ്മത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ, നിസ്കരിച്ച നിസ്കാരത്തിന് കൂലി കിട്ടണമെങ്കിൽ, നിസ്കരിച്ച നോമ്പിന് അതേ നോമ്പിന് നീ കൂലി കിട്ടണമെങ്കിൽ, നിനക്ക് വേണ്ടി 1000-കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ മയ്യത്ത് നിസ്കാരത്തിന്റെ കൂലി നിനക്ക് കിട്ടണമെങ്കിൽ, നിനക്ക് വേണ്ടി ധർമ്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ധർമ്മത്തിന്റെ കൂലി നിനക്ക് കിട്ടണമെങ്കിൽ, ആരെങ്കിലും നിനക്ക് വേണ്ടി എന്തെങ്കിലും
എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തതിന്റെ പ്രതിഫലം, അതിന്റെ പ്രതിഫലം നിന്റെ ഖബർ നിനക്ക് കിട്ടണമെങ്കിൽ നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി, ആ മനുഷ്യൻ ജീവിതത്തിൽ കൊടുക്കാനുള്ള ഹക്കുകൾ തീർത്തിരിക്കണം, ബാധ്യതകൾ തീർത്തിരിക്കണം. ആരാതൊക്കെ ചിന്തിക്കുന്നത്? കൊടുക്കാനുള്ള കടം ആരാ വീട്ടുന്നത്? അള്ളാഹുവിന് കൊടുക്കാനുള്ള കടം, മനുഷ്യർക്ക് കൊടുക്കാനുള്ള കടം, ജോലി ചെയ്തിട്ട് കൂലി കൊടുക്കാനുള്ളത്. ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിതത്തിലെ ആരോടൊക്കെ ബാധ്യതകളുണ്ടോ? നിങ്ങൾ വയല് കേൾക്കാൻ വേണ്ടി വന്നതാണോ? ഖുർആൻ കേൾക്കാൻ വേണ്ടി വന്നതാണോ? ഹദീസ് കേൾക്കാൻ വേണ്ടി വന്നതാണോ? ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് വന്നതാണോ? പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി വന്നതാണോ? ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ? അതിനാണോ നിങ്ങൾ എന്നെ ക്ഷണിച്ചു കൊണ്ടുവന്നത്? അതിനാണോ നിങ്ങൾ എനിക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നത്? അതിനാണോ നിങ്ങൾ എനിക്ക് ടിക്കറ്റ് എടുത്തു കൊണ്ടുവന്ന് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത്? അതിനു വേണ്ടിയാണോ നിങ്ങൾ എന്നെ സൽക്കരിക്കുന്നത്? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാ, നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുമെന്നുറപ്പാ. ഇനി ഞാനും നിങ്ങളും കാണും ആഖിറത്തിൽ വെച്ചെന്നുറപ്പാ. അങ്ങനെ കാണുന്നത് കൊണ്ടാ ദുനിയാവിൽ നമ്മൾ കണ്ടുമുട്ടിയത്, ദുനിയാവിൽ നമ്മൾ പരിചയപ്പെട്ടത്, ദുനിയാവിൽ നമ്മൾ പരസ്പരം ഇണങ്ങിയത്. അതൊക്കെ ആഖിറത്തിൽ കണ്ടുമുട്ടാൻ സാധ്യതയുള്ളത് കൊണ്ടാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരു മനുഷ്യൻ ചെയ്ത സൽക്കർമ്മത്തിന് എന്തെങ്കിലും കൂലി കിട്ടണമെങ്കിൽ, നിസ്കരിച്ച നിസ്കാരത്തിന് കൂലി കിട്ടണമെങ്കിൽ, നോമ്പെടുത്ത നോമ്പിന് കൂലി കിട്ടണമെങ്കിൽ, ഖുർആൻ ഓതിയതിന് കൂലി കിട്ടണമെങ്കിൽ, തൻ്റെ മക്കളും ബന്ധുക്കളും താൻ മരിച്ച ശേഷം തനിക്ക് വേണ്ടി ചെയ്ത സൽക്കർമ്മത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ, ആയിരക്കണക്കിന് ആളുകൾ, ഉസ്താദുമാര്, സാദാത്തുക്കള് മയ്യത്ത് നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ കൂലി ഈ മയ്യത്തിന് കിട്ടണമെങ്കിൽ, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി, ആ മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ തടയപ്പെട്ടിരിക്കുകയാ. ബിദൈനിഹി, കടം കൊടുക്കാനുള്ളത് കൊണ്ട്. ആരോടൊക്കെ വാങ്ങിയിട്ട് കൊടുക്കാത്തതുണ്ടോ? ആർക്കൊക്കെ ബാധ്യതകളുണ്ടോ? ആർക്കെല്ലാം ഹക്കടപാടുകളുണ്ടോ? ആ ഹക്കടപാട് കൊടുത്തു വീട്ടാതെ, ബാധ്യതകൾ വീട്ടാതെ, നിർബന്ധമായ സക്കാത്ത് കൊടുത്തു വീട്ടാതെ, ഹജ്ജ് നിർബന്ധമായവനത് ചെയ്തു വീട്ടാതെ, അല്ലാഹ് നോമ്പ് നോൽക്കാത്തവൻ നോമ്പിന്റെ ഫിദിയയുടെ അരി കൊടുത്തു വീട്ടാതെ, മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലിക്ക് മതിയായ വേതനങ്ങൾ കൊടുക്കാതെ, ആർക്കെല്ലാം ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ വീട്ടാതെ ഒരു കൂലിയും കിട്ടുകയില്ല, ഒരു ഗുണവും ഖബറിൽ കിട്ടുകയില്ല, ഒരു സൽക്കർമ്മവും ഉപകരിക്കുകയില്ല. ആര് നിസ്കരിച്ചിട്ടെന്താ? ആര് ദുആ ചെയ്തിട്ടെന്താ? ആര് നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടെന്താ? ഇതൊക്കെ പഠിക്കണ്ടേ മക്കളെ? ഞാനും നിങ്ങളും കേൾക്കണ്ടേ മക്കളെ? ഞാനും നിങ്ങളും ഇതൊക്കെ ഉൾക്കൊള്ളണ്ടേ മക്കളെ? അള്ളാന്റെ ദീനിനെ കുറിച്ച് പഠിക്കാതിരുന്നാല്, അറിയാതിരുന്നാല്, ആഖിറത്തിൽ ഖബറിലെത്തിയിട്ട് ഇതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? കഥേ ഖബറിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാല് എൻ്റെ നിസ്കാരങ്ങൾ എവിടെ? എൻ്റെ നോമ്പുകൾ എവിടെ? എൻ്റെ ദിക്റുകൾ എവിടെ? എൻ്റെ സ്വലാത്തുകൾ എവിടെ? ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ എവിടെ? 10,000-കണക്കിന് ആളുകൾ എനിക്ക് മയ്യത്ത് നിസ്കരിച്ചത് എവിടെ? എനിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ദിക്റുകൾ ചൊല്ലി ഹദിയ ചെയ്തത് എവിടെ? എൻ്റെ മക്കൾ എനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുത്തത് എവിടെ? അതിൻ്റെ കൂലിയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് മേൽഭാഗത്ത് കല്ലുകൾ വന്നടഞ്ഞിട്ട് മേലെ നിറയെ മണ്ണുകൾ നിറച്ചിട്ട് 2 മീസാൻ കല്ല് കുത്തിയ ശേഷം ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ മുസ്ലിമേ? നേരത്തെ പഠിച്ചു വെക്കണ്ടേ? നേരത്തെ മനസ്സിലാക്കി വെക്കണ്ടേ? അതിന് ആലിമീങ്ങളെ ഉപദേശങ്ങൾ കേൾക്കണ്ടേ? സ്വാലിഹീങ്ങളെ മജ്ലിസിൽ വരണ്ടേ? അല്ലാഹ്. ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ പിറക്കാനിരിക്കുന്ന മക്കൾക്ക് ഈ ദീന് നശിക്കാതിരിക്കാൻ, ഈ ദീന് തളരാതിരിക്കാൻ, ദീനിന്റെ ശിആറുകള് ലോകത്ത് ഇല്ലാതെയായി പോവാതിരിക്കാൻ, നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചും അല്ലാഹുവിന്റെ ഖുർആനെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ കുറിച്ചും നിങ്ങൾ പഠിപ്പിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹ്.